ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ കവർ ചെയ്യുന്നത് നമുക്കൊരു ബൂട്ട്സ്ട്രാപ്പും അതുപോലെ തന്നെ HTML യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംപിളി ഒരു വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ബൂട്ട്സ്ട്രാപ്പ് എന്നുള്ളത് പറയാം. അതായത് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് എന്താ പറയാം, CSS അതുപോലെ തന്നെ ഒരു ഫ്രെയിം വർക്കാണ് നമ്മുടെ HTML ഒരു ഫ്രെയിം വർക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൂട്ട്സ്ട്രാപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോഴത്തെ വേർഷൻ എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് 5 ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് 5 എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസീവും അതുപോലെ തന്നെ CSS അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജുകൾ ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ് നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് നമുക്ക് ഫസ്റ്റ് നമ്മളൊരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫോൾഡറായിട്ട് നമ്മൾ ചെയ്യാം. ഒരു ഫോൾഡറിലേക്ക് നമുക്ക് ഫയലുകൾ സേവ് ചെയ്ത രീതിയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണ്, നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ D ഡ്രൈവിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ന്യൂവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിനെന്ത് ചെയ്യും, സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അതിനൊരു പേര് കൊടുക്കും, സാമ്പിൾ HTML എന്ന് പറഞ്ഞിട്ട് ആ ഫോൾഡറിൻ്റെ പേര് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് JetBrains PyCharm എന്ന് പറയും. ഓക്കെ, PyCharmൻ്റെ പ്രൊഫഷണൽ വേർഷനിൽ 2017 വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്തതായിട്ട് എന്ത് ഓപ്പൺ ചെയ്യാം, നമ്മുടെ JetBrains PyCharm എന്ന് പറഞ്ഞ ടൂള് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പണായിട്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും ലോഡായിട്ട് വരണമെങ്കിൽ. ഓക്കെ, നമ്മുടെ PyCharm ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എവിടെയാണോ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ടെംപ്ലേറ്റ്സിൻ്റെ അകത്താണ് ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്, ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോൾഡർ നമുക്ക് എന്തായിട്ട് വന്നു, അവിടെ ഓപ്പണായിട്ട് വന്നു. ഇനി ഇപ്പോൾ ഇവിടെ കാണാം, നമുക്കിവിടെ ഒരു ഫോൾഡർ കാണാം അല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൻ്റെ പേര് കാണാം. അവിടെ നമുക്കിനി എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അവിടെ ഒരു HTML പേജ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു HTML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫയൽ നമ്മളിവിടെ ചൂസ് ചെയ്യാം. നമ്മൾ HTML ആണ്, അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മളിവിടെ HTML ചൂസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സൈനപ്പിൻ്റെ സാമ്പിൾ പേജാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് പേര് കൊടുക്കാം, നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്ന പേജിൻ്റെ പേര് അത് നമുക്കവിടെ കൊടുക്കാം. ഓക്കെ കൊടുക്കാം. പിന്നെ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളവിടെ പേര് മാത്രമേ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിന് .html എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ HTML ഫയലാണ് അവിടെ ചൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തായിട്ട് വരും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ .html പേരിൻ്റെ കൂടെ വരും. ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടാവും, ഞാൻ സൈനപ്പ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, .html വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, പേര് കൊടുക്കുന്ന സമയത്ത് .html കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എക്സ്റ്റൻഷൻ .html എന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടും വന്നു അല്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാം, സാമ്പിൾ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML അവിടെ കാണാം അല്ലേ. ഓക്കെ, ഇനി അടുത്ത പണെന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മുടെ സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു HTML സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഹെഡ് ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റിൽ ഉണ്ട്, ബോഡി ഉണ്ട് അല്ലേ. അതാണ് നമുക്ക് കോമൺ ആയിട്ട് വേണ്ട ഒരു HTML പേജിൻ്റെ ടാഗുകൾ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ പേജിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തു, സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിൽ നമുക്ക് ആ പേജിൻ്റെ ടൈറ്റിൽ കാണണം. ഓക്കെ, ഇനി അതിന് താഴെ നമുക്കിവിടെ ഞാൻ പറഞ്ഞു ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പേജ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ കണ്ടൻറ് ഡെലിവറി നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലിങ്കുകൾ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുണ്ട്, CDN ലിങ്കുകൾ. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ എടുക്കുക അല്ലെങ്കിൽ ക്രോം എടുക്കുക, അവിടെ പോയിട്ട് ബൂട്ട്സ്ട്രാപ്പ് 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ താഴെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇൻട്രൊഡക്ഷൻ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് ഫസ്റ്റ് വന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്കിവിടെ 2 ലിങ്കുകൾ കാണാം, CSSും കാണാം, അതുപോലെ തന്നെ ബണ്ടിലും കാണാം. അപ്പോൾ ഈ ഓരോ ലിങ്ക് കോപ്പി ചെയ്യുക, ഇവിടെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്തിട്ട് നമ്മുടെ PyCharmൽ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാം. അതുപോലെ രണ്ടാമത് കണ്ട ലിങ്ക് ഉണ്ടാവുമല്ലോ ബണ്ടിലിൻ്റെ അകത്തുള്ള, ആ ലിങ്ക് കൂടി നമ്മൾ എന്ത് ചെയ്യാം, അവിടെ കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇതിൽ സപ്പോർട്ട് ചെയ്തു. ഇനി ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെബ് പേജ്, സൈനപ്പിൻ്റെ വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലേ.
ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് നോർമൽ ഒരു ഡിവിഷൻ ടാഗ് ഞാനിവിടെ ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ക്ലോസിങ് ടാഗ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു അല്ലേ. യെസ്, അതെ. പിന്നെ ഡിവിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിന് ഒരു ക്ലാസ് ഇവിടെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഫസ്റ്റ് എന്ത് കൊടുക്കണം, അവിടെ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എല്ലാ ഫോംസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു കണ്ടെയ്നർ ടാഗ് കൊടുക്കുക. കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് മാർജിൻ ടോപ്പിൻ്റെ സൈസ് എത്ര വേണമെന്നുള്ളത് കൊടുത്തു. അപ്പോൾ അതാണ് എം ടി എന്ന് പറയുന്നത്, മാർജിൻ ടോപ്പ് എന്നാണ് ഞാൻ ഹൈഫൺ ഇട്ടിട്ട് ആ 3 എന്നാണ്. അവിടെ 5 ആണെങ്കിൽ 5 കൊടുക്കുക കേട്ടോ. 5 കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, MT3 എന്ന് പറഞ്ഞിട്ട് അവിടെ സൈസ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പേജിൻ്റെ ഹെഡിങ് കൊടുക്കുക. അതിൽ ഞാനിപ്പോൾ H1, അതായത് H1 to H6 വരെ നമുക്ക് ഹെഡ് ടാഗ് ഉണ്ട്. അതിന് ഞാൻ ചൂസ് ചെയ്തത് H2 എന്ന് പറയുന്ന സൈസാണ്. H2 യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ കുറച്ചൊരു മീഡിയം സൈസിലുള്ള ഒരു ഹെഡിങ് എനിക്ക് അവിടെ കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ H2 ഞാൻ എന്ത് ചെയ്തു, സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേജിൻ്റെ ഹെഡിങ് ആണ്. സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെഡിങ് കൊടുത്തു. ഇനി അടുത്തത് എന്തുണ്ട് അവിടെ, ഇനി ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിനി പറഞ്ഞു ഞാൻ സൈൻ അപ്പ് പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഡാറ്റാസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ നെയിം കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബട്ടൺ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്, അല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡാറ്റാ ബേസിൽ സെർവറിലേക്ക് സേവ് ആവും. സെർവറിലേക്ക് സേവ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ആക്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ബട്ടണിൽ. അപ്പോൾ ആക്ഷൻ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ടാഗ് മസ്റ്റായിട്ട് എന്ത് വേണം, അവിടെ നിർബന്ധമായിട്ടും കൊടുക്കണം. ഫോം ആക്ഷൻ അതുപോലെ തന്നെ മെത്തേഡ്സും നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്താലും മാത്രമേ ആ ഒരു ബട്ടൺ അവിടെ എന്ത് വർക്കാവുള്ളൂ, ഒരു ക്ലിക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്സ് അവിടെ വർക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷനാണ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ ഫോം ടാഗിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഫോം ടാഗും അപ്ലൈ ചെയ്തു, നമ്മുടെ ഡിവ് ടാഗും കണ്ടെയ്നറും സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട ഓരോ ഡീറ്റെയിൽസും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഓരോ ഫോംസ് ഉണ്ടാവും. ടെസ്റ്റ് ഫീൽഡ്, അതുപോലെ നെയിം, ജെൻഡർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ കൊടുക്കുന്ന ഓരോ സെപ്പറേഷൻ ഡിവിഷനാണ് ഇനി ഞാനിവിടെ കൊടുക്കുന്നത്. ഡിവിൽ എന്ത് ചെയ്തു, ക്ലാസ് കൊടുത്തു. അപ്പോൾ ഇവിടെ മാർജിൻ ബോട്ടം ഫസ്റ്റ് എന്ത് ചെയ്യുക, 3 ആയിട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ മാർജിൻ ടോപ്പ് എന്തായിട്ട് കൊടുക്കുക, 3 ആയിട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇതിനുള്ളിൽ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുക. ലേബലിൽ എന്ത് കൊടുക്കുക, ലേബൽ 4 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എന്തിനാണ് ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നത്, നെയിം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് കൊടുക്കുക, അവിടെ നെയിം നോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് അവിടെ കിട്ടി. ഇനി ആ ടെസ്റ്റിന് നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിൽ ടൈപ്പിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ടെസ്റ്റ് ആണല്ലേ, ടെസ്റ്റ് ചെയ്യണം. നെയിം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ നെയിം അവിടെ കൊടുക്കുക. പിന്നെ ഇതിനൊരു യുണീക്ക് വാല്യൂ വേണം. ആ യുണീക്ക് വാല്യൂ ആയിരിക്കും എന്ത്, നമ്മുടെ നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഐ ഡി വേണം. ഐ ഡി ആണ് എന്ത് പറയുക, നെയിം എന്നും പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലേബലിൽ ഇവിടെ ആദ്യം ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ പോയി, നമ്മളിവിടെ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ഇവിടെ റെഡ് കളർ പോയി. നോക്കിക്കോ, ഇപ്പോൾ നെയിം അവിടെ വന്നു. ഇനി ഇതിന് നമ്മളൊരു ക്ലാസ് അപ്ലൈ ചെയ്യണം. ക്ലാസ് അപ്ലൈ ചെയ്യുന്നതാണ് ഫോം കൺട്രോൾ എന്നുള്ളത്. ഫോം കൺട്രോളും കൊടുത്തു. ഇനി നമുക്ക് ആ ഫീൽഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടൊരു വാല്യൂ കാണിക്കണം അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കുക, എൻ്റർ യുവർ നെയിം അവിടെ കൊടുത്തു. ഇനി ഇതിനെ എന്ത് ചെയ്യും, ഒരു റിക്വയർഡ് വാല്യൂ അവിടെ കൊടുക്കും. ഇൻപുട്ട് ടാഗ് ക്ലോസ് ചെയ്യും. ഇതാണ് നമ്മുടെ മീഡിയ ആയിട്ട് ഇൻപുട്ട് ടാഗിൽ നമുക്കൊരു ടെസ്റ്റ് ഫീൽഡ് വരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നമ്മുടെ ഒരു ഇൻപുട്ട് ഫീൽഡുകൾ. ഇതിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് വേണ്ടതാണ്. ഇനി ഫയൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. ഈ പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റൺ സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വന്നല്ലോ, ഇതാണ് നമ്മുടെ സൈൻ അപ്പ് ഫോം. ക്ലിയർ ആണോ? ഇനി ഇതുപോലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ ഇമെയിൽ, പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിതൊന്ന് ഇൻപുട്ട് കൊടുക്കാമല്ലോ. യെസ്. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ എന്ത് കൊടുക്കുക, ഈ ഒരു ഡിവിഷൻ തന്നെ താഴെ കോപ്പി ചെയ്തിടുക, പേസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഓക്കെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എനിക്കിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പോൾ DOB കൊടുത്തു. അപ്പോൾ ഈ ലാബിൻ്റെ അകത്ത് ഞാൻ എന്ത് മാറ്റി, ആ നെയിം എന്നുള്ള മാറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി. ഞാൻ ഇവിടെ ടെസ്റ്റ് മാറ്റിയിട്ട് ഇവിടെ ഡേറ്റ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്കൊരു കലണ്ടർ കിട്ടും. നമ്മൾ ഡേറ്റ് ചൂസ് ചെയ്യാണല്ലോ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇവിടെ കലണ്ടർ കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുക. അണ്ടർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക, റിക്വയർഡ് കൊടുക്കും. ഒന്ന് റൺ ചെയ്യാലോ. ID കിട്ടും DOB. അപ്പോൾ ഇവിടുത്തെ എറർ ഉണ്ടായിരുന്നു, അത് മാറി.
നെയിമും ഡേറ്റ് വേണ്ട, നെയിം എന്ത് ചെയ്യുക, DOB നമ്മൾ ഏതാണോ ഇവിടെ ലാബിൽ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാം ഇവിടെ നെയിം ഇട്ട് കൊടുക്കുക. റൺ ചെയ്ത് നോക്കാമല്ലോ. ഒന്നും വന്നില്ല അല്ലേ? എന്നാൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മുകളിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്യും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വന്നല്ലോ. അപ്പോൾ നമുക്കിവിടെ കലണ്ടറും വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിവിടെ കലണ്ടർ വന്നു അല്ലേ? യെസ്. ഇനി അടുത്ത സെഷൻ എന്താണ്, നമുക്കൊരു ജെൻഡർ വേണം. ഏതാണ് നമ്മുടെ ജെൻഡർ എന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ജെൻഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യും, ഞാനൊരു ഡിവിഷൻ ആദ്യം കോപ്പി ചെയ്തിടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി, അവിടെ Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ജെൻഡർ കൊടുത്തു. ജെൻഡറിൻ്റെ അകത്ത് ഞാൻ ഇൻപുട്ട് ഫീൽഡ് മാറ്റാണ് ജെൻഡർ എന്നുള്ളത്. നമുക്ക് ടൈപ്പ് ചെയ്യാനല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു, ഒരു ക്ലാസ് കൊടുത്തു, ഫോം കൺട്രോൾ. പിന്നെയോ ഇതിന് ഒരു നെയിം കൊടുത്തു. എന്താണ് നെയിം കൊടുക്കുക, ജെൻഡർ അല്ലേ നമ്മൾ കൊടുക്കുന്നത്, ജെൻഡർ. അപ്പോൾ ലേബൽ എന്ത് കൊടുത്തു, ജെൻഡർ. അപ്പോൾ ഇതിനൊരു ID വേണ്ടേ, വേണം. അപ്പോൾ ഇവിടെ എല്ലാ ID കൊടുക്കുക, താഴെ സെലക്റ്റിനുള്ളിലാണ് കേട്ടോ. ID = ജെൻഡർ. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു അല്ലേ? യെസ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ റിക്വേർഡ് കൊടുക്കണം. എന്തിനാണ് നമ്മൾ റിക്വേർഡ് അപ്ലൈ ചെയ്യുന്നത്, മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ ഈ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ചൂസ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്വേർഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാൻ വിട്ടുപോയി. ഇപ്പോൾ താഴെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എറേഴ്സ് കാണിക്കണം. എന്നാൽ മസ്റ്റായിട്ട് ഇവിടെ എല്ലാ ഫീൽഡും ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഫീൽഡ്, നമുക്ക് ഓരോ ഫീൽഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്വേർഡ് നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. മസ്റ്റായിട്ട് അതിൽ നമ്മൾ വാല്യൂ എൻട്രി ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ട്. യെസ്. ഇനി സെലക്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വേണം, ഓപ്ഷൻ കൊടുക്കണം. എന്തൊക്കെ ഓപ്ഷനിൽ കൊടുക്കുക, വാല്യൂ. എന്താണ് വാല്യൂ, നമ്മുടെ ജെൻഡർ. ഒന്ന് മെയിൽ കൊടുത്തു, അപ്പോൾ അതെവിടെ കൊടുക്കുക, ഇവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ മെയിൽ കൊടുത്തു, ഫീമെയിൽ കൊടുത്തു അല്ലേ? എന്തിനാണ് വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുക? യെസ്, നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഡാറ്റാബേസിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു അതേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു എങ്കിൽ ഈ അതേഴ്സ് തന്നെ എവിടത്തേക്ക് വാല്യൂ ആയിട്ട് കയറണം, നമ്മുടെ ഡാറ്റാബേസിൽ കയറണം അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ എന്താണോ നമുക്ക് ബേക്കെൻഡിലേക്ക് എത്തേണ്ടത്, സെർവറിലേക്ക് പാസ് ചെയ്യേണ്ട ആ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ വാല്യൂയിലാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ചൂസ് ചെയ്തു എങ്കിൽ നിങ്ങളുടെ ഡാറ്റാബേസിൽ വാല്യൂ കയറും 1 ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ വാല്യൂ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വന്നു, അവിടെ നമ്മൾ ജെൻഡറും കൂടി കൊടുത്തു അല്ലേ? ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. മെയിൽ ജെൻഡർ വന്നല്ലോ, ഫീമെയിൽ വന്നു, അതേഴ്സ് വന്നു, മെയിൽ വന്നു അല്ലേ? യെസ്. അപ്പോൾ ജെൻഡറുമായി. ഇനി എനിക്ക് വേണ്ടത് ഒരു ഇമെയിലും ഒരു പാസ്വേഡും കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിവിടെ കൊടുത്ത അതേ ഡിവിഷൻ ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് എവിടെ ഇടും, ഈ ഒരു ഡിവിഷൻ്റെ ഉള്ളിൽ ഫോമിൻ്റെയും ഡിവിഷൻ്റെ പുറത്ത് ഫോമിൻ്റെ ഉള്ളിൽ അവിടെ എന്താക്കി ഞാൻ ഇനി ഇമെയിലാക്കി. അപ്പോൾ എവിടെയോ ഫോർ ഇമെയിൽ കൊടുത്തു. അപ്പോൾ ഇമെയിലിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, നമുക്ക് ഇമെയിൽ തന്നെ കൊടുക്കാം. എന്തുകൊണ്ടാണ് ഇമെയിൽ കൊടുക്കുന്നത്, നമുക്ക് @.com നമുക്ക് മസ്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമെയിൽ അവിടെ കൊടുക്കുന്നത്, ഇമെയിൽ ടൈപ്പ്. അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺസ് ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി എന്തും കൂടി കൊടുക്കുക, പാസ്വേഡും കൂടി കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ കൊടുത്തു. ഓക്കെ, പാസ്വേഡിന് മുന്നേ നമുക്കൊന്നും കൂടി ഒരു ഫീൽഡും കൂടി ആഡ് ചെയ്യണം. ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ ഒരു ഫയൽ അപ്ലോഡ് വേണം അല്ലേ? യെസ്. അപ്പോൾ ആ ഫയൽ അപ്ലോഡ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇമേജ് കൊടുത്തു. ഇമേജിൻ്റെ പേരെന്തായിട്ട് കൊടുക്കുക, ഇമേജിൽ തന്നെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, അത് നമ്മൾ ഫയലായിട്ടാണ് കൊടുക്കുക, ഇൻപുട്ട് ടൈപ്പ്. ഓക്കെ, അതിൻ്റെ നെയിമും എന്ത് ചെയ്തു, ഇമേജ് കൊടുത്തു, ID-യും ഇമേജായിട്ട് കൊടുത്തു, ഫോം കൺട്രോൾ കൊടുത്തു. പ്ലീസ് സെലക്ട് യുവർ ഫോട്ടോ അല്ലെ പ്ലീസ് സെലക്ട് യുവർ ഇമേജ്, സെലക്ട് യുവർ ഇമേജസ്.
കൊടുത്തല്ലോ, കൊടുത്തു. അതിൽ നമ്മൾ എന്ത് ചെയ്തു, റിക്വയർഡും കൊടുത്തു. ഇനി നമുക്കിതിൽ ഇമേജ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, നമുക്ക് PDF ഒന്നും അപ്ലൈ ചെയ്യരുത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് കൊടുക്കും. ആക്സെപ്റ്റിൽ ഇമേജ് /* കൊടുക്കുക. അപ്പോൾ എന്താവും, നമുക്കതിൽ ഇമേജ് മാത്രം ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇവിടെ എത്തി. ഇനി PDF ഡോക്യുമെൻറ്റ്സ് ഒന്നും നമുക്കതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് എന്ത് കൊടുക്കാം, നമുക്ക് പാസ്വേഡായിട്ട് കൊടുക്കാം അല്ലേ. ഞാനപ്പോൾ ഇമെയിൽ ഇവിടുന്ന് കോപ്പി ചെയ്തു. നമുക്ക് വേണ്ട ഫോമിലുള്ള ഓരോ ഫീൽഡിലും നമുക്ക് എന്തുണ്ട്, ഓരോ ഇൻപുട്ട് ടൈപ്പുകളുണ്ട് കേട്ടോ. ഇനി ഇവിടെ പാസ്വേഡ് കൊടുക്കുക. അടുത്തതായിട്ട് എന്ത് ചെയ്തു, ഇവിടെ പാസ്വേഡ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ടൈപ്പ് എന്താ വരിക, നമുക്ക് ഡോട്ടഡായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ടൈപ്പിൽ പാസ്വേഡ് കൊടുത്തു. അപ്പോൾ നെയിം എന്ത് ചെയ്തു, ഇവിടെ പാസ്വേഡ് കൊടുത്തു. ID-യും ഞാൻ പാസ്വേഡ് കൊടുത്തു. ഫോം കൺട്രോൾ കൊടുത്തു. എൻ്റർ യുവർ മെയിൽ ID അല്ല, പാസ്വേഡ്. റിക്വയർഡ് കൊടുത്തു. ഒന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. വന്നു അല്ലേ, നമ്മൾ കൊടുത്തൊക്കെ വന്നു. ഇവിടെ നെയിം കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കൊടുത്തു, ഇമെയിൽ കൊടുത്തു, ഇമേജ് കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. ഇനി നമുക്കിതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എന്ത് വേണം, സബ്മിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ് എന്ത് വരിക, ഇവിടെ ഇൻപുട്ട് ടൈപ്പ്. ഞാൻ എന്ത് ചെയ്യും, സബ്മിറ്റ് കൊടുക്കും അല്ലേ. യെസ്, ഇൻപുട്ട് ടൈപ്പിൽ സബ്മിറ്റ് കൊടുത്തു. അതിനൊരു വാല്യൂ കൊടുത്തു. എന്താ വാല്യൂ, സബ്മിറ്റ്. വാല്യൂ എന്തിനാണ്, നമുക്ക് ആ ബട്ടൻ്റെ ഉള്ളിൽ കാണേണ്ട ടെക്സ്റ്റ് കേട്ടോ. അവിടെ ഇനി ഞാൻ ക്ലാസ് അപ്ലൈ ചെയ്തു. ക്ലാസ് എന്താ കൊടുക്കുക, ബട്ടൻ്റെ ക്ലാസ് ആണ്. എനിക്കൊരു നീല കളർ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പ്രൈമറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, യെസ്, ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സൈനപ്പ് പേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് സിമ്പിളാണ്. നമുക്ക് ഓരോ ഫീൽഡിൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ക്ലാസ്സസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സൈനപ്പ് പേജ് എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പോൾ ആ സൈനപ്പ് പേജ് പഠിച്ച പോലെ തന്നെ നമുക്ക് എന്തും കൂടി നോക്കാം. ഒരു ലോഗിൻ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടി നമുക്ക് പഠിക്കാം. അതിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മൾ സാമ്പിൾ HTML എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ന്യൂവിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുക. പേര് എന്ത് കൊടുക്കുക, ഒരു ലോഗിൻ എന്ന് പറഞ്ഞിട്ട് HTML പേര് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ആയല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സാമ്പിളിൻ്റെ ഫോൾഡറിൻ്റെ അകത്താണ് നമുക്ക് ലോഗിൻ കിട്ടി, ഒരു സൈനപ്പ് കിട്ടി അല്ലേ. ഓക്കെ, ഇനി അതിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക. ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചേഴ്സ് കാണും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ലിങ്ക്, അതായത് ലിങ്കും അതുപോലെ തന്നെ സ്ക്രിപ്റ്റും നമ്മൾ 2 ഫയൽ CDN ഫയലും നമ്മളവിടെ കോപ്പി ചെയ്തിടണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, കഴിഞ്ഞ പേജിൽ നിന്ന് നമ്മുടെ സൈനപ്പ് പേജിൻ്റെ അകത്ത് പോവുക. അവിടെ നിന്ന് ഈ 2 ലിങ്ക് കോപ്പി ചെയ്യുക. നമ്മുടെ ഹെഡിൻ്റെ അകത്ത് ആ 2 ലിങ്ക് പേസ്റ്റ് ചെയ്യുക അല്ലേ. ഓക്കെ, അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, ജസ്റ്റ് ബോഡിക്കുള്ളിൽ ഒരു ഡിവ് ഓപ്പണും ചെയ്തു, ഒരു ക്ലോസും ചെയ്തിട്ടു. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എന്ത് വേണം, ഇവിടെ നമ്മൾ ഈ ബോഡീൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കണ്ടൻറ്റുകൾ കൊടുക്കാനുണ്ട്. ബോഡീൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്ത് അപ്ലൈ ചെയ്യാൻ, എനിക്കതിനെ ക്ലാസ് കൊടുത്ത് അതിനെ സെറ്റ് ചെയ്യണം ബോഡീനെ. അതെങ്ങനെ, അതിനൊരു ഡീഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയുടെ നമ്മൾ വെർട്ടിക്കലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസും നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീഫ്ലെക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്, കണ്ടൻറ്റ്. അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൊറിസോണ്ടലിയുള്ള ആക്സിസിനെ നമുക്ക് സെൻറ്ററിലേക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഈ ഒരു ക്ലാസ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തത് നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് ഐറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യണം, സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ ഹൊറിസോണ്ടലി ആണെങ്കിൽ ഇത് വെർട്ടിക്കലിലുള്ള നമ്മുടെ ഐറ്റംസിനെ, നമ്മളെ ആക്സിസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഒരു അലൈൻ ഐറ്റംസ് സെൻറ്റർ, ഈ ഒരു ക്ലാസ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെർച്വൽ പോർട്ട് ഹൈറ്റ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ VH എന്ന് പറയുക. വെർച്വൽ പോർട്ട് ഹൈറ്റ് എത്ര കൊടുക്കുക, 100 കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ BG കവർ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യണം, കവറായിട്ട് വരാൻ വേണം അല്ലേ. യെസ്, ഇനി അത് കഴിഞ്ഞ് നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യും. എന്തിനും ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് ഏത് കൊടുക്കുക, ഒരു പർപ്പിളോ ഇഷ്ടമുള്ളൊരു കളർ യൂസ് ചെയ്യാം.
എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത് കുറച്ച് പർപ്പിൾ മോഡലുള്ള കളറാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കളർ അവിടെ ചൂസ് ചെയ്തു. ഏത് വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ ഇഷ്ടമുള്ളൊരു കളർ അവിടെ ചൂസ് ചെയ്തു. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ റൺ ചെയ്ത പോലെ തന്നെ പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റൺ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. യെസ്, അപ്പോൾ നമുക്ക് എന്തായി, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ വന്നിട്ട് നമുക്കൊരു ഇത് വന്നല്ലോ, വിൻഡോ. യെസ്, ഇനി അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഒരു വിൻഡോ, അതിൻ്റെ ഉള്ളിൽ വേറൊരു കാർഡ് പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വിൻഡോ അവിടെ സെറ്റ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവ് ടാഗ് ഓപ്പൺ ചെയ്യും. ഓക്കെ, നമ്മളിത് ഓൾറെഡി അവിടെ ഒരു ഡിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്താൽ മതി. അപ്പോൾ കൊടുക്കാത്തവരെന്ത് ചെയ്യുക, പുതിയൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുക. ഇനി അവിടെ ഡിവ് ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാനുണ്ട്, അവിടെ കാർഡ്. നേരത്തെ നമ്മൾ കണ്ടെയ്നർ യൂസ് ചെയ്ത്, കണ്ടെയ്നറാണെങ്കിൽ കണ്ടെയ്നർ കൊടുക്കാം. അപ്പോൾ കണ്ടെയ്നർ കാർഡിൻ്റെ പാഡിങ് 4 കൊടുത്തു. അതിന് ഒരു ഷാഡോ അപ്ലൈ ചെയ്തു. ഷേഡോ എന്ത് ചെയ്തു, ഒരു ലാർജായിട്ട് ഞാൻ കൊടുത്തു, LG. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് ഓരോന്ന് കൊടുത്തിട്ടും ഓരോന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവം, എന്നൊക്കെ വന്നോ, ഒരു ബോക്സ് വന്നു അല്ലേ. ഓക്കെ, ഇനി അതിനെന്ത് ചെയ്യണം, നമുക്കതിൽ ഷാഡോ അപ്ലൈ ചെയ്തു. ഇനി അതിനെ റൗണ്ടഡ് ആക്കണം ഒന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ്സുകൾ എടുക്കുക. റൗണ്ടഡ് എന്ത് ചെയ്യുക, 4 സൈസ് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുത്തു. ദെൻ അതിൻ്റെ ഒപ്പാസിറ്റി 100 കൊടുക്കുക. ഒപ്പാസിറ്റി ഞാനിത് 50 കൊടുത്തു. അപ്പോൾ എന്താ നോക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി എന്താ മാറിയ നോക്കാമല്ലോ. എന്തെങ്കിലും മാറിയോ, ഒന്നും മാറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 100 കൊടുത്തിട്ട് ഒപ്പാസിറ്റി വെച്ചാൽ അതിൻ്റെ ആ ഒരു കളറാണ് എത്ര വേണമെന്നുള്ളത് കേട്ടോ. അതായത് നല്ല ഡാർക്കിൽ വേണോ വൈറ്റിൽ ലൈറ്റായിട്ട് വേണോ എന്നുള്ളതാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പൊസിഷൻ എന്ത് ചെയ്യുക, റിലേറ്റീവായിട്ട് അപ്ലൈ ചെയ്യുക. ഇത്രയും കളറാണ് അതിൽ കൊടുക്കാനുള്ളത്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഡ്ത്ത് കൊടുക്കാം. സ്റ്റൈലിൽ വിഡ്ത്ത് ഈക്വൽ ടു 100% കൊടുക്കുക. അതിന് കൂടെ മാത്സ് വിഡ്ത്തും കൂടി എന്ത് ചെയ്യാം, മാത്സ് വിഡ്ത്ത് ഒരു 400 px അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ സെഡ് ഇൻഡെക്സ് ഒരു 10 കൊടുക്കുക അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ കൊടുക്കാനുള്ളത് ഡിവിഷനിൽ. അപ്പോൾ നമുക്ക് ഡിവിഷൻ എന്തായി എന്നുള്ളത് നോക്കാമല്ലോ. ഒന്നും ആയില്ല അല്ലേ. യെസ്, ഒരു എന്തായി, അതിനെ കുറച്ച് വിട്ട് വന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പം ഞാനവിടെ നമ്മുടെ ഹെഡ് ടാഗ് ഉണ്ടാവില്ല, H1 to H6 വരെ ഉള്ളത്. ഞാനവിടെ എന്ത് ചെയ്തു, H3 യൂസ് ചെയ്തു. H3യിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹെഡിങ് കൊടുത്തു, പോർട്ടൽ ലോഗിൻ ഫോം പേജസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെഡിങ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യണം, അതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. അതുപോലെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ക്ലാസ് കൊടുത്തു. ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പോയത്, അതിന് ടെസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. സെൻറ്റർ കൊടുത്തു, മാർജിൻ ബോട്ടം 4 കൊടുത്തു. നോക്കാമല്ലോ. യെസ്, മാർജിൻ ബോട്ടം എന്ത് ചെയ്തു, 4 സൈസ് കിട്ടി. ഇങ്ങനെ വന്നു. ഇനി അതിൻ്റെ അകത്ത് നമുക്കിനി എന്താ, ഞാൻ നേരത്തെ സൈനപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ഫോം ടാഗ് എന്തിനാ അപ്ലൈ ചെയ്യുക, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റ് ഓഫ് ആക്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഫോമിനകത്ത് എന്തൊക്കെ കൊടുക്കുക, ഒന്ന് ആക്ഷനും കൊടുത്തു. അതുപോലെ നമ്മുടെ മെത്തേഡ്സും പോസ്റ്റായിട്ട് എന്ത് ചെയ്തു, ഞാനവിടെ അപ്ലൈ ചെയ്തു. ഇത്രയും കൊടുത്തല്ലോ. യെസ്, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഡിവ്, നമുക്ക് വേണ്ട യൂസർ നെയിം അടിക്കേണ്ട ആ ഒരു ഡിവ് ഉണ്ടാവുമല്ലോ, അത് നമ്മളിവിടെ എന്ത് കൊടുക്കണം, അപ്ലൈ ചെയ്യണം. ക്ലാസ്സിൽ മീഡിയം ബോട്ടം എന്ത് ചെയ്യുക, 3 ആയിട്ട് കൊടുക്കുക.
ഓക്കെ. ഇനി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇനി ലാബിൽ അപ്ലൈ ചെയ്യണം അല്ലേ. ലാബിൽ നമുക്ക് ക്ലാസ് കൊടുക്കുക. എന്ത് ക്ലാസ് കൊടുക്കുക? ഫോം ലാബിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അതിനൊരു ഫോം മോഡലിലേക്ക് നമുക്ക് ലാബിലിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റണം. എന്നിട്ടോ നമുക്കവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ്, ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് ടൈപ്പിൽ എന്ത് ചെയ്യുക, ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. യൂസർ നെയിം ഇമെയിൽ കൊടുത്തു. അതിൻ്റെ കൂടെ അതിൻ്റെ ക്ലാസ് ഫോം കൺട്രോളായിരിക്കും നമ്മളതിന് കൊടുക്കുക. ഫോം കൺട്രോൾ അവിടെ ക്ലാസ് കൊടുത്തു. ഇനി ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇമെയിൽ ഫീൽഡിന് നമുക്കൊരു ഐഡി കൊടുക്കണം. ഇമെയിൽ തന്നെ കൊടുക്കാം യൂണീക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നെയിമിന് എന്ത് ചെയ്യുക, ഇമെയിൽ തന്നെ പറഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനെന്തും കൂടി കൊടുക്കണം, നമ്മൾ മസ്റ്റായിട്ട് റിക്വയർഡ് അപ്ലൈ ചെയ്യാം. അപ്പം നോക്കാമല്ലോ. നമ്മുടെ യൂസർ നെയിം വന്നു. ഇനി അവിടെ പ്ലേസ് ഓർഡറിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കതും കൊടുക്കാം. പ്ലേസ് ഓർഡറിൽ എൻ്റെ യുവർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം. ഒന്നുമല്ലേ അതെ. ഇനി ഇതേ ഡിവിഷൻ കോപ്പി ചെയ്തിട്ടിട്ട് നമുക്ക് എന്തിനു കൊടുക്കാൻ കൂടി പഠിക്കാം. പാസ്വേഡിന് കൊടുക്കാം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ MP3 കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്കതിൻ്റെ പൊസിഷനും കൂടി എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. പൊസിഷൻ നമ്മൾ റിലേഷൻ കൊടുത്തു. റിലേറ്റീവ് അപ്ലൈ ചെയ്തു. എന്നിട്ടോ ലാബിൽ മാറ്റണം. പാസ്വേഡ് വന്നിട്ട് ലാബിൽ അവിടെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ID മാറ്റുക. ID മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ടൈപ്പ് മാറ്റിയിട്ട് പാസ്വേഡ് കൊടുക്കുക. നെയിമും മാറ്റിയിട്ട് പാസ്വേഡ് അപ്ലൈ ചെയ്യുക. എൻ്റർ യുവർ പാസ്വേഡ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാമല്ലോ. പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ഫീൽഡ് വന്നു അല്ലേ. ഇവിടെ കണ്ടോ കണ്ണൊക്കെ വരുന്ന വേണ്ടിയിട്ട് ആ ടൈപ്പ് കൊടുത്തതിന് ശേഷമാണ് കണ്ണ് വരുന്നത്. ഇത്രയായല്ലോ. ഇനി നമുക്ക് ഇന്നും കൂടി വേണം. നമുക്ക് ഇപ്പം നമ്മളൊരു പുതിയൊരു യൂസറാണെങ്കിൽ നമുക്ക് ഈ യൂസറിന് എന്ത് ചെയ്യണം, ഇവിടെ ഒരു സൈനപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വേണം അല്ലേ. ഓക്കെ, അപ്പോൾ സൈനപ്പ് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹൈപ്പർ ലിങ്ക് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ താഴെ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ ഡിവിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലാസ്സിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, നേരത്തെ മുകളിൽ കൊടുത്ത പോലെ തന്നെ ഡീഫ്ലക്സ് അപ്ലൈ ചെയ്യുക. D-ഫ്ലക്സ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റിഫൈ കണ്ടൻറ്റ് ബിറ്റ്വീൻ അലൈൻ, എന്തിനെ ഐറ്റംസിനെ അലൈൻ ചെയ്യണം. ഇതിന് വെർട്ടിക്കലായിട്ടുള്ള ഐറ്റംസ് നമുക്കവിടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. സെൻറ്റർ, പിന്നെ മാർജിൻ ബോട്ടം 3 ഇത്രയും കൊടുത്തല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡിവിഷൻ്റെ ഉള്ളിൽ വേണം നമുക്ക് href അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള, നമുക്ക് ആ ഒരു ലിങ്ക് കാണാൻ വേണ്ടിയിട്ട്. ന്യൂ യൂസർ ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്ലീസ് സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ഉണ്ടാവുമല്ലോ, നമ്മൾ കാണാറുണ്ടല്ലോ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാത്ത യൂസറാണെങ്കിൽ നമുക്ക് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലിങ്കിന് കൊടുക്കുന്ന ക്ലാസ്സാണ് ടെസ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ തന്നെ സ്മോളും കൂടി അപ്ലൈ ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടത്തേക്ക് പോകണം, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു സൈനപ്പ് പേജിൽ പോകണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു HTML പേരും കൂടി HRFൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഒന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. ഇവിടെ ലിങ്ക് വന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു പേജ് തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലോ യൂസർ നെയിമും അടിക്കാൻ വന്നു, അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാൻ വന്നു. ഇനി എന്തും കൂടി അവിടെ ചെയ്യണം, നമുക്കൊരു സബ്മിറ്റ് അല്ലെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ലോഗിൻ ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാലോ. നമ്മൾ ഇവിടെ കൊടുത്ത പോലെ സൈനപ്പിൽ കൊടുത്ത അതേ കോഡ് തന്നെ ഇവിടെയും കൊടുക്കുക. ഇൻപുട്ട് ടൈപ്പിൽ സബ്മിറ്റ് കൊടുക്കുക. വാല്യൂ എന്ത് ചെയ്യുക, സബ്മിറ്റ് വേണ്ട, ലോഗിൻ അല്ലേ. അപ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ തന്നോട്ടെ. വാല്യൂ അതിന് ഇനി എന്ത് കൊടുക്കണം, ഒരു ക്ലാസ് അപ്ലൈ ചെയ്യാം. ക്ലാസ് കൊടുക്കുക. BTN സ്പേസ് BTN ഹൈഫൺ പ്രൈമറി അല്ലേ നമ്മൾ നേരത്തെ കൊടുത്തത്, അതന്നെ കൊടുക്കാം. എന്നിട്ട് അവിടെ ഹൈഫൺ ഒരു 100 കൊടുക്കാം. നമ്മുടെ ലോഗിൻ പേജ് എന്താ ഇവിടെ സെറ്റായി അല്ലേ. ഇതാണ് നമ്മുടെ ഒരു ലോഗിൻ എന്ന് പറയുന്ന ഒരു പേജ്. നമ്മൾ സിംപ്ലി പക്ഷെ കാണാൻ കുറച്ച് അട്രാക്റ്റീവുമാണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോഗിൻ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിലിപ്പോൾ നമ്മൾ കണക്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു. നമുക്കൊരു യൂസർ സൈനപ്പ് ചെയ്തില്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജിലേക്ക് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോഗിൻ പേജ് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിളായിട്ട് ഒരു ലോഗിൻ പേജ് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈനപ്പ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ലോഗിനും നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, നമ്മളപ്പോൾ പ്രീവിയസ് ആയിട്ട് എന്ത് പഠിച്ചു, 2 പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, സോ ഒരു സൈനപ്പ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഒരു ലോഗിൻ പേജും ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഇതേ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കൊടുക്കണമെങ്കിൽ ഒരു പേജ് വേണം, ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പേജ്. അപ്പോൾ നമുക്ക് അവിടെ 2 ഫോംസാണ് വരിക. ഒന്നൊരു ടെസ്റ്റ് ഏരിയയും വരും, അതുപോലെ തന്നെ ഒരു സബ്മിറ്റ് ബട്ടണും വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വീണ്ടും ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇവിടെ ഫയലിൽ ന്യൂ പോയിട്ട് ഇവിടെ HTML ഫയൽ ചൂസ് ചെയ്യും. ഞാനിവിടെ പേര് കൊടുക്കും, സെൻഡ് കംപ്ലൈൻറ്റ്. ഓക്കെ, യെസ്, പേജ് ക്രിയേറ്റ് ആയി. ഇനി ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാത്തിലും കൊടുത്ത പോലെ ആ ഒരു പേജിൻ്റെ ടൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. സെൻഡ് കംപ്ലൈൻറ്റ് ടൈറ്റിൽ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ബോഡി കൊടുക്കണം. ബോഡീൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മളിവിടെ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തിട്ടായിട്ട് കഴിഞ്ഞ പേജ് ചെയ്ത സൈനപ്പോ അല്ലെങ്കിൽ ലോഗിനോ ഏതിലെങ്കിലും പോയിട്ട് നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞു അല്ലേ. യെസ്, ഇനി നമുക്ക് എന്ത് വേണം, അവിടെ നമ്മളെ ബോഡിയുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഡിവിഷൻസ് അപ്ലൈ ചെയ്യണം അല്ലേ. വരേണ്ട ഡിസൈനിന് വരേണ്ട ഓരോ ഡിവിഷനും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഞാനവിടെ ഡിവ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ക്ലാസ്സിൻ്റെ അകത്ത് ഞാനിവിടെ കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത്. കണ്ടെയ്നർ ക്ലാസ് അപ്ലൈ ചെയ്തു. നമ്മൾ സൈനപ്പ് പേജിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സെയിം സാധനം തന്നെ. അവിടെ മാർജിൻ ടോപ്പ് 5 കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഡിവ് അടുത്ത് ഞാൻ ഡിവ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് റോ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റോ ജസ്റ്റിഫൈ ഹൈഫൺ കണ്ടൻറ്റ് ഹൈഫൺ സെൻറ്റർ. നമുക്കതിൻ്റെ ആക്സിസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ ഉള്ളിൽ ഒരടുത്ത ഡിവ് അപ്ലൈ ചെയ്യുക. അതെന്താ കൊടുക്കുക, ആ ഡിവ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം,
നമ്മുടെ കോളം മീഡിയം 6 കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ടോട്ടൽ ബൂട്ട്സ്ട്രാപ്പിലെ സൈസ് എന്ന് പറയുന്നത് 12 ആണ്. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ആ ഒരു ബൂട്ട്സ്ട്രാപ്പ് വിൻഡോനെ എന്ത് ചെയ്യും, 2 ഡിവിഷൻ പാർട്ടായിട്ട് അവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു കോളം സൈസ് ഞാനിവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. എന്താ ഹെഡിങ്? ഞാനിവിടെ കൊടുക്കും സബ്മിറ്റ് യുവർ കംപ്ലയിൻസ്. ഓക്കെ, ഹെഡിങ് കൊടുത്തു. അതിൻ്റെ അകത്ത് ഹെഡ് ക്ലാസ്സിന് എന്ത് ചെയ്തു, ഹെഡ് 4ന് ഒരു ക്ലാസ് കൊടുത്തു. അവിടെ നമുക്ക് മാർജിൻ ബോട്ടം നമുക്ക് 3 വേണം. ബോട്ടം നമ്മുടെ ഹെഡിങ്ങിൻ്റെ ഇതായിട്ടുള്ള സൈസ്. പിന്നെ നമുക്കതെന്തായിരിക്കണം, ടെസ്റ്റ് സെൻറ്ററും ആയിരിക്കണം. ഇത്രയും ക്ലാസ്സുകൾ എന്ത് ചെയ്തു, ഞാനവിടെ അപ്ലൈ ചെയ്തു ആ ഒരു ഹെഡിങ്ങിന്. ഇനി H4 കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ കൊടുക്കാറുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സബ്മിറ്റ് വരുന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം, ഫോം ആക്ഷൻ കൊടുക്കുക. കാരണം നമുക്ക് സബ്മിറ്റ് പറയുന്നൊരു മെത്തേഡ് അവിടെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ആക്ഷൻ കൊടുക്കുന്നത്. ഫോം ആക്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഇവിടെ പോസ്റ്റ് അപ്ലൈ ചെയ്യുക മെത്തേഡിൻ്റെ അകത്ത്. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് ആ ഒരു ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഫീൽഡ് കിട്ടുന്നത്, നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് വേണമല്ലോ. നമ്മൾ സൈനപ്പിലും ലോഗിനിലൊക്കെ ടെസ്റ്റ് ഫീൽഡായിരിക്കും വെച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ടെസ്റ്റ് ഏരിയ ആയിരിക്കും. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ലൈന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. കംപ്ലയിൻസ് ഒക്കെ ആകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് സിംഗിൾ ലൈനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം നമുക്ക് മൾട്ടിപ്പിൾ ലൈന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടെ ടെസ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഏരിയൻ്റെ ഡിവ് ഞാനിവിടെ കൊടുക്കും. ക്ലാസ് മാർജിൻ ബോട്ടം 3 കൊടുത്തു. ഇനി അതിൻ്റെ അകത്ത് നമ്മുടെ ടെസ്റ്റ് ഏരിയയുടെ ക്ലാസ് കൊടുക്കുക. ഓക്കെ, അതിൽ മാർജിൻ കൊടുത്തു. അതുപോലെ തന്നെ ടെസ്റ്റ് ഏരിയയുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടെസ്റ്റ് ഫീൽഡ് കൊടുത്ത അതേ ക്ലാസ് തന്നെ ഫോം കൺട്രോള് ക്ലാസ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എത്ര കോളത്തിൻ്റെ സൈസിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഏരിയ വേണമെന്നുള്ളത് കൊടുക്കുക. ഞാനൊരു 20 കോളത്തിൻ്റെ സൈസ് കൊടുത്തു. അതുപോലെ റോയുടെ സൈസും എത്ര കൊടുത്തു, ഞാനവിടെ 10 കൊടുത്തു. എന്നിട്ട് 10 കൂടി അപ്ലൈ ചെയ്തു. അവിടെ റിക്വയർഡും കൂടി കൊടുത്തു കഴിഞ്ഞു. റിക്വയർഡ് കൊടുക്കുന്നത് അറിയാമല്ലോ, നമുക്ക് ആ ഒരു ഫീൽഡ് മസ്റ്റായിട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളത് കൊടുത്തത്. ഇനി അടുത്ത ഡിവ് കൊടുത്തു. എന്തിന്, നമുക്ക് ബട്ടണ് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അവിടെ നമ്മൾ ഡീഫ്ലെക്സ് അപ്ലൈ ചെയ്ത പോലെ നമ്മളിവിടെ എന്ത് ചെയ്യും, ഗ്രിഡിന് വേണ്ടിയിട്ട് ഡീഗ്രിഡ് ചെയ്തു. അതിനുള്ളിൽ നമുക്ക് വേണ്ട ഇൻപുട്ട് ടൈപ്പിൽ എന്ത് ചെയ്യും, ബട്ടൺ ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. ഓക്കെ, അതിൻ്റെ ക്ലാസ് എന്ത് ചെയ്തു, ഞാനിവിടെ അപ്ലൈ ചെയ്തു. ക്ലാസ് വരുന്നത് BTN സ്പേസ് BTN ഹൈഫൺ എന്തായിരുന്നു, പ്രൈമറി അല്ലേ നമ്മൾ കൊടുത്തത്, ആ ഒരു നീല ബ്ലൂ കളർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ വാല്യൂ കൊടുക്കുക. വാല്യൂ വരുന്നത് സബ്മിറ്റാണ്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. വന്നു അല്ലേ? യെസ്, ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു സബ്മിറ്റ് കംപ്ലയിൻറ്റിൻ്റെ ഒരു പേജ്. നമുക്ക് കംപ്ലയിൻറ്റ് എഴുതാൻ പറ്റും, ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ് ഇത്. സിമ്പിളാണല്ലോ. നമുക്ക് ലോഗിൻ ചെയ്തു, അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്തു. എല്ലാം അതിൻ്റെ സ്ട്രക്ചേഴ്സുകളും സിമ്പിളാണ്. അതിൻ്റെ ഫോമുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഡിഫറൻസ് ആകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സൈനപ്പ് പഠിച്ചു, ഒരു ലോഗിൻ പഠിച്ചു, ഒരു സെൻഡ് കംപ്ലയിൻറ്റ് പഠിച്ചു അല്ലേ. അടുത്തത് നമുക്കൊരു ഡാറ്റാസ് വ്യൂ ചെയ്യാനുള്ള ഒരു ഡാറ്റ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡാറ്റാസ് വ്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത സെഷൻ വരുന്നത്. അത് നമ്മളിപ്പം നോർമലി നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കാണാം. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ രജിസ്റ്റർ സൈനപ്പ് ചെയ്ത് വെക്കുന്ന ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ പേജ് വേണം അല്ലേ. അതിൽ ഇപ്പോൾ എത്ര ആൾ സൈനപ്പ് ചെയ്യുന്നു അവരൊക്കെ നമ്മൾ ഡാറ്റാ ബേസ് സേവ് ആവും. ആ ഡാറ്റാ ബേസിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഡാറ്റ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വ്യൂ ചെയ്യുന്ന പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നോക്കാമല്ലോ. യെസ്, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ കൊടുക്കുക, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തോളൂ. ഫസ്റ്റ് ഒരു HTML അവിടെ വ്യൂ ഞാൻ ജസ്റ്റ് സൈനപ്പ് എന്ന് കൊടുത്തു. നമ്മൾ സൈനപ്പ് ചെയ്ത ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, വ്യൂ പേജസ് എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച്
ലിങ്ക്ഡ് ആയിട്ട്, അതായത് നമുക്ക് ഡാറ്റ ടേബിൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ലിങ്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ഡാറ്റ ടേബിളിൻ്റെ ലിങ്ക്സ്, ജാവാസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഡാറ്റ ടേബിൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിങ്കുകൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് കോഡും ഉണ്ടാകും നമുക്കിതിൽ. അത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ലിങ്ക്സ് ആഡ് ചെയ്യണം അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ലിങ്കിൽ HRF ഡബിൾ കോട്ടിൽ ഇട്ട് വെക്കുക. അവിടെ എന്ത് ചെയ്യുക, REL സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ലിങ്ക് കോപ്പി ചെയ്തിടുക. ഈ സെയിം സാധനം തന്നെ 2 ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ HTTP CDN ലിങ്ക്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എടുക്കണമെങ്കിൽ നമ്മൾ നേരെ ഇവിടത്തേക്ക് പോവുക, നമ്മുടെ ക്രോമിലേക്ക് പോവുക. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് എന്ത് സെർച്ച് ചെയ്യുക, നമ്മുടെ HTML ബൂട്ട്സ്ട്രാപ്പ് ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ ബൂട്ട്സ്ട്രാപ്പ് 5 കോഡ് കൺവേയുടെ നമുക്കൊരു സാമ്പിൾസ് ഉണ്ടാവും, അതെടുക്കുക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ ഉണ്ട്. ഫസ്റ്റ് ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മളൊരു ലിങ്ക് കോപ്പി ചെയ്യുക. ഇതാണ് നമ്മുടെ 2 ലിങ്ക്, ഒന്ന് ബൂട്ട്സ്ട്രാപ്പ് ലിങ്കും ഒന്ന് നമ്മുടെ ഡാറ്റ ടേബിളിൻ്റെ ലിങ്കുമാണ്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കോപ്പി ചെയ്യാം. അവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ അടുത്തതുണ്ടാവുമല്ലോ, ഇവിടെ എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2 കിട്ടി. ഇനി നമ്മുടെ നോർമൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം, നമ്മളെ ഡിവിഷൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെ, നമ്മൾ നോർമൽ നേരത്തൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ്, നമ്മൾ ലിങ്ക് അല്ലേ, ലിങ്ക് ആഡ് ചെയ്തിട്ട് താഴെ എന്ത് ചെയ്യും, നമ്മൾ ഡിവ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഡിവ് കൊടുക്കുക, ബോഡിക്കുള്ളിൽ ഡിവ് കൊടുത്തിട്ട് എന്താ അപ്ലൈ ചെയ്യണം, അവിടെ നമ്മൾ കണ്ടെയ്നർ ഫസ്റ്റ് ഡിവിൻ്റെ ക്ലാസ് കണ്ടെയ്നർ അപ്ലൈ ചെയ്യുക. മാർജിൻ ടോപ്പ് 5 കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. H3 മതി. H3ൻ്റെ അകത്ത് ജസ്റ്റ് വ്യൂ രജിസ്റ്റേർഡ് ഡീറ്റെയിൽസ്, അവിടെ ഒരു ഹെഡിങ് കൊടുത്തു. പിന്നെ അതിന് താഴെയോ നമ്മൾ ടേബിളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഞാനൊരു ടേബിൾ ടാഗ് അപ്ലൈ ചെയ്യും. അതിന് ജസ്റ്റ് ഞാനൊരു ID കൊടുക്കും. എന്ത് ID കൊടുക്കുക, ജസ്റ്റ് മൈ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ID കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ക്ലാസ്, അതായത് നമുക്ക് ടേബിളിൻ്റെ ഡിസൈന് വേണ്ട ക്ലാസ്സാണിത്. ടേബിൾ ഹൈഫൺ നമ്മൾ സ്പേസ് BTN അടിക്കുന്നില്ലേ, അതുപോലെ തന്നെ ടേബിൾ സ്പേസ് ടേബിൾ സ്ട്രിപ്പ്ഡ്. അതേ കൂടെ തന്നെ ടേബിൾ എന്തായിരിക്കണം, ബോർഡറേഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കുക. ബോർഡേഡ് കൊടുത്തു. അതിൻ്റെ സ്റ്റൈല് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്യും. പുറത്ത് സ്റ്റൈൽ ഈക്വൽ ടു അതിൻ്റെ വിഡ്ത്ത് 100 ആയിട്ട് കൊടുക്കും. % കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ കൊടുത്തു അല്ലേ. യെസ്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ടേബിൾ ഹെഡ് അപ്ലൈ ചെയ്യാം. ഇനി ടേബിൾ ഹെഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കണ്ടൻസ് വേണമെന്നുള്ള ഫസ്റ്റ് റോ സെറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് റോ, ഫസ്റ്റ് ഒരു സീരിയൽ നമ്പർ അപ്ലൈ ചെയ്യാം. ഒരു റോ സെറ്റ് ചെയ്തു. അതിനുള്ളിൽ കുറേ കോളങ്ങൾ വേണം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, TRൻ്റെ ഉള്ളിൽ TH നമുക്ക് വേണ്ടത് ഹെഡാണ്, ടേബിൾ ഹെഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഫസ്റ്റ് ഒരു സീരിയൽ നമ്പർ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയിം, ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ,
ഫോൺ നമ്പർ, ഇമെയിൽ, ഫോൺ നമ്പർ, അതുപോലെ ജെൻഡർ ഉണ്ട്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, വേണമെങ്കിൽ ഒരു ഇമേജും കൂടി വെക്കാം. ഇമേജ്, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളവിടെ നേരത്തെ സൈനപ്പിൽ ഇൻപുട്ട് ചെയ്തത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പേജ് ആയതുകൊണ്ട് ആ ഡീറ്റെയിൽസ് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ടേബിൾ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്തു. ടേബിൾ ഹെഡ് ഇവിടെ ക്ലോസും ചെയ്തു. ഞാൻ അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, ടേബിൾ ബോഡി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട അടുത്ത TR കൊടുക്കുക. TRൻ്റെ ഉള്ളിൽ അടുത്ത ഹെഡിങ്, ഫസ്റ്റ് സീരിയൽ നമ്പർ 1, ദെൻ എക്സാമ്പിൾ ഒരു പേര് കൊടുക്കുക, അതിൻ്റെ താഴെ ഇമെയിൽ, അത് കഴിഞ്ഞിട്ട് ഒരു ഫോൺ നമ്പർ കൊടുക്കുക ഇഷ്ടമില്ല. അത് കഴിഞ്ഞോ ഒരു ജെൻഡർ, ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, അത് കഴിഞ്ഞിട്ട് അവർ ഇമേജ് വെക്കണം അല്ലേ. ഞാൻ ജസ്റ്റ് നമുക്ക് ഇമേജ് വെക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, 2-3 ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫയൽസിൻ്റെ, ഞാനിവിടെ 2-3 വെച്ചിട്ടുണ്ട്, ഒരു സാമ്പിളാണ്. 2-3 ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഇമേജിൻ്റെ പേര് എന്ത് ചെയ്യുക, നമ്മളിവിടെ IMG SRCൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ AB.jpg അവിടെ കൊടുത്തു. എന്നിട്ട് അതിനൊരു വിഡ്ത്തും ഹൈറ്റും എന്ത് ചെയ്തു, വിഡ്ത്ത് ഈക്വൽ ടു 100 കൊടുത്തു, ഹൈറ്റ് ഈക്വൽ ടു 100 അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മളിതിൽ കൊടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം, നമുക്കിതിനകത്ത് ബൂട്ട്സ്ട്രാപ്പ് അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ടേബിൾ ഡാറ്റയും കൊടുത്തു. ഇനി നമുക്കിതിൽ സ്ക്രിപ്റ്റ്സ് ആഡ് ചെയ്യാനുണ്ട്, സ്ക്രിപ്റ്റ് ലിങ്കുകൾ നമുക്കിതിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഞാൻ ഒരു റോ മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കി നമുക്ക് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ബാക്കി ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. സ്ക്രിപ്റ്റ് SRC എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് 4 ഒരു 5 നിന്നോട്ടെ, ഒഴിവ് ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ആ ലിങ്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സൈറ്റിൽ പോയിട്ട് നമുക്ക് ആ ലിങ്ക് നമ്മളിവിടെ കോപ്പി ചെയ്തിടാം. അതിൻ്റെ താഴെ തന്നെ കാണാം നമുക്ക് CD ജാവാസ്ക്രിപ്റ്റ്, അതെവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, നമ്മുടെ എൻഡ് ഓഫ് ദി ബോഡി ടാബിൻ്റെ ഉള്ളിൽ നമുക്കവിടെ ലിങ്ക് അപ്ലൈ ചെയ്യാനുണ്ട്. SRCൻ്റെ ഉള്ളിൽ നമുക്ക് ആ ലിങ്ക് അപ്ലൈ ചെയ്യാം. നാല് ലിങ്കായിരിക്കും നമുക്ക് ഉണ്ടാവുക. 4 സ്ക്രിപ്റ്റ് ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ വരുന്ന സ്ക്രിപ്റ്റ്, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡും നമുക്കിതിൽ എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്. അതതിൻ്റെ താഴെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. നമുക്കിവിടെ കിട്ടുന്ന ഈ ജാവാസ്ക്രിപ്റ്റ് കോഡും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ നമുക്കിവിടെ കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാമല്ലോ. യെസ്, ഇവിടെ വന്നു അല്ലേ. നമുക്കൊരു വ്യൂ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ് ഞാനിവിടെ 1 കൊടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ 1 വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ ഇനി ഞാനിപ്പോൾ B വെച്ചിട്ടൊരു നെയിം സെർച്ച് ചെയ്തു, അവിടെ കിട്ടുന്നുണ്ടോ, ഇല്ല. A കൊടുത്തു, വന്നു. ഇനി ഞാനിവിടെ 0 വെച്ചിട്ടൊരു ഡാറ്റാസ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ഡാറ്റ വ്യൂ ചെയ്യുന്നത്. ഇനി ഇതിൽ മൾട്ടിപ്പിൾ ഡാറ്റാസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് എക്സ്ട്രാ റോസ് കൊടുക്കുക. ഒരു TR കോപ്പി ചെയ്യുക, ടേബിൾ ബോഡിയുടെ ഉള്ളിലുള്ള TR കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ തന്നെ 2-3 ഇട്ട് കൊടുക്കുക ജസ്റ്റ്. എന്നിട്ട് ഇവിടെ പേരെന്തെങ്കിലും മാറ്റാം. ഞാൻ ജസ്റ്റ് പേരും ഇമെയിലും മാത്രമേ മാറ്റുന്നുള്ളൂ. പിന്നെ സീരിയൽ നമ്പർ മാറ്റാം, ബാക്കി ഒരിടമായിട്ട് കൊടുക്കുന്നതാണല്ലോ.
ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കുറച്ച് ഡാറ്റാസ് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒന്ന് കൂടുതൽ പേജുകൾ, കുറേ ഡാറ്റാസ് വരുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിളായിട്ട് പേജുകൾ നമുക്ക് ഷെയർ ചെയ്യാനും ഇവിടെ ഉണ്ട്. അത് വേറെ പേജിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വി എന്ന് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, എ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ് ഈ ഡാറ്റ ടേബിൾ എന്ന് പറയുന്ന പേജിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഡാറ്റ ടേബിൾ വെച്ചിട്ട് നമുക്കൊരു വ്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ.